മുട്ടട വാർഡിലുള്ളവരായാലും പുറത്തുള്ളവരായാലും UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ നാളെ മുതൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. അനിശ്ചിതത്വത്തിന് ഒടുവിൽ വൈഷ്ണ മുട്ടട വാർഡിൽ നിന്ന് മത്സരിക്കും. എന്ത് തോന്നുന്നു ഈ നിമിഷത്തിൽ? വളരെ സന്തോഷം. കാരണം ഈ ഒരു നിമിഷത്തിൽ ആണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നേണ്ടത്. നമുക്ക് നമ്മുടെ വെട്ടിപ്പോയ വോട്ട് തിരിച്ച് റീആഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെതായ സന്തോഷമുണ്ട്. LDF വലിയൊരു മുൻതൂക്കമുള്ള വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അത്തരം ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ ഇതിന് പിന്നിൽ നിന്നൊക്കെ ചർച്ചയുണ്ടായിരുന്നു? എന്ത് തോന്നുന്നു? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഞാൻ പറയേണ്ടത് ഞാനല്ല. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് നമ്മുടെ പാർട്ടിയാണ്. പാർട്ടിയിൽ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്, അവരത് പറയും. ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല പരാമർശം വന്നപ്പോൾ തന്നെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ ജനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസ് എന്തായിരുന്നു? വളരെ നല്ല റെസ്പോൺസാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം പറയേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി, നമ്മൾ ദൈവത്തെ പോലെ കാണേണ്ട ഒരാളാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാരണം പുള്ളിയാണ് ഇതിൽ അത്രയും വേണ്ട വിധം ഇടപെടലുകൾ നടത്തി തിരിച്ച് ഇലക്ഷൻ കമ്മീഷനോട് ഒരു ഹിയറിംഗ് നടത്താൻ പറഞ്ഞതുമെല്ലാം. പിന്നെ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ നമ്മളെ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കേട്ടു എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടു. ഒരു ധൃതി പോലും കാണിക്കാതെ വളരെ വ്യക്തമായി അദ്ദേഹം കേട്ടിരുന്നു. അതിൻ്റെതായിട്ടുള്ള ശുഭപ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഉണ്ട്. സീനിയർ ലോയർ ശ്രീ ജോർജ് പൂന്തോട്ടം സാറുണ്ട്. നമ്മുടെ മൃദുലേട്ടൻ, പ്രിയപ്പെട്ട മൃദുലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ശ്രീ മൃദുൽ ജോൺ മാത്യു പുള്ളിക്കാരനുണ്ട്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അഖിൽ JS ഉണ്ട്. പിന്നെ KPCC ഇലക്ഷൻ ഇൻചാർജ് പ്രിയപ്പെട്ട ശ്രീ KP റഹ്മാൻ സാറുണ്ട്. ഇവരെല്ലാവരും വളരെയധികം അപ്ഡേറ്റഡ് ആയിരുന്നു. കാരണം 24/7 ഇവരെല്ലാവരും എനിക്ക് അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾ, ഓരോ സംശയങ്ങൾ ചോദിക്കാനും എനിക്ക് എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ ഇല്ല കുഴപ്പമില്ല നമുക്കെല്ലാം കറക്റ്റായിട്ട് വരും എന്നുള്ള രീതിക്ക് എന്നെ സമാധാനിപ്പിക്കാനും എൻ്റെ സംശയങ്ങൾ തീർക്കാനും എല്ലാം ഇവരെപ്പോഴും അവൈലബിൾ ആയിരുന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പാർട്ടി നേതാക്കന്മാരായാലും ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും എല്ലാം വളരെ നന്നായി തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ വാർഡ് പ്രസിഡന്റുമാരായാലും DCC ഭാരവാഹികളുണ്ട്, മുൻ സ്ഥാനാർത്ഥിയുണ്ട്, നമ്മുടെ മുൻ മണ്ഡലം പ്രസിഡന്റുണ്ട്, എല്ലാവരും ഉണ്ട്, DCC ഭാരവാഹികളുണ്ട്. എല്ലാവരും ആരുടെയും പേര്, മഹിളാ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്, KSUവിൻ്റെ ആൾക്കാരുണ്ട്, എല്ലാവരും തന്നത് വളരെ വലിയ സപ്പോർട്ട് തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ആരുടെയും പേര് എടുത്ത് പറയാത്ത ഒരാളുടെ പേര് വിട്ടുപോയാലോ എന്നുള്ളൊരു വിഷമത്തിലാണ്. കാരണം ആരുടെയും പേര് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വിട്ടുപോകാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആരുടെയും പേര് എടുത്ത് പറയാത്തത്. എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി, മുട്ടട വാർഡിലുള്ളവരായാലും പുറത്തുള്ളവരായാലും UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായി പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു വിവാദം പോസിറ്റീവായി കരുതുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞാൻ. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങളാണല്ലോ. കാരണം അവരാണ് അവരുടെ കോർപ്പറേഷൻ കൗൺസിലറിനെ തിരഞ്ഞെടുക്കേണ്ടത്. അവർക്കൊരു ആവശ്യം വരുമ്പോൾ എത്തേണ്ട ഒരാളാണ്. അവർക്ക് ഒരു പരാതി വരുമ്പോൾ പറയേണ്ട ഒരാളാണ്. അപ്പോൾ അത് അവരാണ് തീരുമാനിക്കേണ്ടത് ആരാവണം എന്നുള്ളത്. അവരുടെ ഇഷ്ടം പോലെ അവരുടെ തീരുമാനപ്രകാരം അത് വരും. പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നോ? ഇത്രയും ദിവസം ഇറങ്ങിയ സമയത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അതായത് നമ്മൾ മിനിഞ്ഞാന്നായിരുന്നു നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല പരാമർശം വന്നിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ സമയത്ത് എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ്. കാരണം നമ്മൾ അത്രയും ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള പ്രചാരണം? തീർച്ചയായും വളരെയധികം പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ നാളെ മുതൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. അതെ, പ്രചാരണം കടുപ്പിക്കാൻ തന്നെയാണ് വൈഷ്ണവ് ഒരുങ്ങുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറയ്ക്കലിനൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.